ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോ ഇന്നിവിടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗ്നസ് ചാലഞ്ചിന്റെ 27ാമത്തെ ക്ലാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു യൂസേജ് ആണ് കേട്ടോ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് നമ്മൾ നോക്കുന്നത്. കൂടെ തന്നെ നമുക്ക് റിവിഷൻ ചെയ്യണം. റിവിഷന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ യാത്ര തുടങ്ങിയിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞു അല്ലേ, 2 മാസത്തിനടുത്ത് ആവുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇതെല്ലാം അപ്പൊ ഇതെല്ലാം നമുക്ക് ഇന്ന് മിൽക്കുട്ടിയുടെ അടുത്ത് ചോദിക്കാനുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ മാറ്റിത്തരാം. അപ്പൊ നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യാനായിട്ട് എടുക്കാൻ പോകുന്ന വാക്ക് എന്ന് പറയുന്നത് വാഷ് ആണ് കേട്ടോ. വാഷ്. ഓക്കെ, അത് നമുക്ക് ഡെയിലി ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് വാഷ്. വാഷിന്റെ 3 രൂപങ്ങൾ അറിയില്ലേ? വാഷ് എന്ന് പറയുന്നത് വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. ഓക്കെ, വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവൾ തുണി അലക്കാൻ പോവുകയാണ്. അവൾ തുണി അലക്കാൻ പോവുകയാണ്. ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ എണ്ണുന്നുണ്ട് കേട്ടോ, എത്ര ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്നും കൂടി എണ്ണി പോകുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ ചോദിക്കുകയാണ്, അവൾ തുണി അലക്കാൻ പോവുകയാണ്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണോ അതിന്റെ ഉത്തരല്ലേ? ആയിരിക്കാം. She is going to wash. She's going to wash. അവൾ തുണി അലക്കാൻ പോവുകയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങൾ തുണി അലക്കാൻ പോവുകയാണോ? ആണോ? Are you going to wash? Are you going to wash? അല്ലേ? ഓക്കെ, നിങ്ങൾക്കിപ്പോ തുണി അലക്കാനുണ്ട്. തുണി അലക്കാനുണ്ട്. നിങ്ങൾക്ക് തുണി അലക്കാനുണ്ട്. ഉണ്ട്. ചെയ്യാന്നല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം. ഓക്കെ, you have to wash. You have to wash the clothes. നിങ്ങൾക്ക് തുണി അലക്കാനുണ്ട് അല്ലേ? ഇനി ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് തുണി അലക്കാനുണ്ടായിരുന്നോ? Do you have to wash clothes? ശരിയല്ല. Did you have to wash clothes? Did you have to wash the clothes? Did മാറി do ആയി കഴിഞ്ഞാൽ എന്താവും? അതോ അപ്പോ ചെയ്യാനുണ്ടോന്നാവും. ഇപ്പൊ ചെയ്യാനുണ്ടോന്നാവും. നിങ്ങൾക്ക് തുണി അലക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഡിഡ് യു ഹാവ് ടു വാഷ് ദ ക്ലോത്ത്സ്? നിങ്ങൾക്ക് തുണി അലക്കാൻ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പെട്ടെന്ന് തന്നെ കിട്ടും. അവൾ തുണി അലക്കേണ്ടി വരും. അവൾ തുണി അലക്കേണ്ടി വരും, അതായത് ചെയ്യേണ്ടി വരും. She will have to wash clothes. She will have to wash the clothes. അല്ലേ? അവൾ തുണികൾ അലക്കേണ്ടി വരും. ഞാനിവിടെ ക്ലോത്ത് എന്ന് പറയുന്നുണ്ട്, കാരണം നമ്മൾ മലയാളത്തിൽ തുണി അലക്കേണ്ടി വരും എന്നാ പറയാ, പക്ഷെ ഇംഗ്ലീഷിൽ തുണികൾ എന്ന് പറയണം. കാരണം തുണികൾ അലക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എ ചേർത്തിട്ട് തുണി എന്ന് പറയണം. അതായത് ഹി അല്ലെങ്കിൽ ഷീ ഈസ് ഗോയിങ് ടു വാഷ് എ ക്ലോത്ത് എന്ന് പറയണം. ഒരു ക്ലോത്ത്. അപ്പൊ ഒരു ക്ലോത്ത് അലക്കണം നമ്മൾ പറയാറില്ലല്ലോ. തുണികൾ അലക്കാനുണ്ട്, തുണികൾ അലക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ നമ്മളവിടെ ക്ലോത്ത് എന്നല്ല ഇംഗ്ലീഷിൽ പറയാ, ക്ലോത്ത്സ് എന്നാണ്. അതാണ് ഞാൻ മലയാളത്തിൽ തുണി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ക്ലോത്ത്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, സെന്റൻസ് വരുമ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, പറയണത് തുണി എന്നാണല്ലോ, പിന്നെ അവിടെ എഴുതി കാണിക്കുന്നത് ക്ലോത്ത്സ് എന്നാണല്ലോ എന്നൊരു ഡൗട്ട് വരും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നീ നിർബന്ധമായിട്ടും തുണി അലക്കണം. നിർബന്ധമായിട്ടും തുണി അലക്കണം. You must wash the cloth. You must wash the cloth. അല്ലേ? ഞാൻ തുണി അലക്കേണ്ടതുണ്ടോ? ഞാൻ തുണി അലക്കേണ്ടതുണ്ടോ ചോദ്യമാണ്. ഞാൻ തുണി അലക്കേണ്ടതുണ്ട്. അലക്കേണ്ടതുണ്ട്, ഉണ്ടോ? അലക്കേണ്ടതുണ്ട് മീൻസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നീ അത് ചെയ്യണം എന്നുള്ള സംഭവമല്ലേ, ഞാൻ അത് വെച്ചിട്ടാണ് ഉദ്ദേശിച്ചത്. കാരണം നമുക്ക് ഷുഡും യൂസ് ചെയ്യാം, ഹാവ് ടു യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഷുഡ് വെച്ചിട്ട് എനിക്ക് ആൻസർ കിട്ടണം. അപ്പോ അതെ, നീ ഷുഡ് വെച്ചിട്ട് ആൻസർ പറയണം. നിനക്കത് ഹാവ് വെച്ചിട്ടും ഹാവ് ടു വെച്ചിട്ടും ആൻസർ പറയാം. അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, രണ്ടും പറയാം. ചെയ്യേണ്ടതുണ്ടോന്ന് വെച്ചാൽ ചെയ്യണോന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടും പറയാം, പക്ഷെ ഇപ്പൊ ഷുഡ് വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ,
അതായത് നീ തുണി അലക്കണം. ഓക്കെ, അപ്പൊ നീ തുണി അലക്കണം. യു ഷുഡ് വാഷ് ക്ലോത്ത്സ്. യു ഷുഡ് വാഷ് ദ ക്ലോത്ത്സ്. അവിടെ നിങ്ങൾക്ക് യു ഹാവ് ടു വാഷ് ദ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാലും ആൻസർ സെയിം ആണ്. രണ്ടും സെയിം ആണ്. ഓക്കെ, നിനക്ക് തുണി അലക്കാൻ പറ്റുമോ? പറ്റൂ. കഴിയൂ. കഴിയൂ. തുണി അലക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റും, കഴിയും, സാധിക്കും. ഓക്കെ, അപ്പൊ can you wash clothes? Can you wash the clothes? Wash the clothes. Can you wash the clothes? ഞാൻ കുറച്ച് വലിയ ആൾക്കാരോട്, മുതിർന്ന ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ could you wash the clothes. വ്യത്യാസം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലേ? could you wash the clothes. കുറച്ച് പ്രായമുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ could you വെച്ചിട്ട് ചോദിക്കണം. could you please കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി പൊളൈറ്റ് ആയി. could you please wash these clothes. നിങ്ങൾ ഈ തുണികളൊന്ന് അലക്കി തരുമോ, അല്ലെങ്കിൽ അലക്കാൻ പറ്റുമോ, സാധിക്കുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ? ഒരുപക്ഷെ അവൻ തുണികൾ അലക്കുമായിരിക്കാം. അലക്കും ആയിരിക്കാം. അലക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ സാധ്യത പറയില്ലേ? അവൻ തുണി അലക്കിയേക്കാം. He might wash clothes. He might wash the clothes അല്ലേ? അവൻ തുണികൾ അലക്കിയേക്കാം. അത് അവന്റെ പണിയൊന്നുമില്ല, ചിലപ്പോൾ അവൻ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ he might wash the clothes എന്ന് പറയും. അല്ലെങ്കിൽ അവൻ അലക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴോ? സാധ്യത പറയുമ്പോ മേ പറയണം. അപ്പോ he may wash clothes. He may wash the clothes. അവൻ തുണി അലക്കാം എന്ന് വെച്ചാൽ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അയാൾക്ക് പെർമിഷൻ കൊടുക്കുകയാണ്, നിനക്ക് തുണി അലക്കാം എന്ന് പറയുമ്പോഴും നമ്മൾ എന്താ പറയാ? മേ തന്നെ പറയാം. യു മേ വാഷ് ദ ക്ലോത്ത്സ്. യു മേ വാഷ് ദ ക്ലോത്ത്സ്. നിനക്ക് തുണി അലക്കാം എന്ന് പറയുമ്പോഴും നമ്മൾ മേയാ യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ 9. ഇനി അടുത്തത്, പതിവായി മുന്നേ ഞാൻ തുണി അലക്കുമായിരുന്നു. പതിവായി ഞാൻ മുന്നേ തുണി അലക്കുമായിരുന്നു. അതെൻ്റെ ശീലമായിരുന്നു എന്നാണ് അതിനർത്ഥം കേട്ടോ. പതിവായി ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നു പണ്ട് എന്ന് പറഞ്ഞാൽ അന്നത് എൻ്റെ ശീലമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? ശീലത്തിന് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ശീലം. ശീലത്തിന് നമ്മള് യൂസ് എടുത്തു. അപ്പൊ ഞാൻ പണ്ട് തുണി അലക്കുമായിരുന്നു എന്ന് എൻ്റെ ശീലമായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയാ? I used to wash clothes. ഓക്കെ, ഞാനിപ്പോൾ തന്നെ ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കണം. I used to wash clothes. ഞാൻ പതിവായി മുന്നേ തുണി അലക്കുമായിരുന്നു, അതെൻ്റെ ശീലമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് ഞാൻ സെയിം തന്നെ ചോദിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ തുണികൾ അലക്കുമായിരുന്നു. അലക്കുമായിരുന്നു, ചെയ്യുമായിരുന്നു ഒരു കാര്യം നമ്മൾ എങ്ങനെ പറയാ? I would wash clothes. അവിടെ ഞാൻ പതിവായി എന്ന് ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ തുണി അലക്കുമായിരുന്നു. I would wash clothes. ഞാൻ പതിവായി തുണി അലക്കുമായിരുന്നു. I used to wash clothes. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതായത് പതിവായി ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നു എന്നാണ്, അതെൻ്റെ ശീലമായിരുന്നു എന്നാണ്. I used to smoke. ഞാൻ പതിവായി പുകവലിക്കുമായിരുന്നു. I would smoke എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഞാൻ പുകവലിക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. അത് പതിവായിട്ട് എന്നുള്ളതല്ല. അതെ, അപ്പൊ പതിവായിട്ട് എനിക്കൊരു ശീലം പണ്ടുണ്ടായിരുന്നു എന്ന് പറയാൻ I used to ചേർത്തിട്ട് നമ്മൾ വെർബിന്റെ ഒന്നാമത്തെ രൂപം പറയും. മറ്റതാണെങ്കിൽ I would ചേർത്തിട്ട് വെർബിന്റെ ഒന്നാമത്തെ രൂപം പറയും. വ്യത്യാസമൊന്നുമില്ല, പക്ഷെ മീനിങ്ങിൽ ഇതാണ്. ഇനി ഇത് രണ്ടും തിരിച്ചു മറിച്ച് യൂസ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. തിരിച്ചു മറിച്ച് യൂസ് ചെയ്യാം. പക്ഷെ യൂസ്ഡ് ടു ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് അതെൻ്റെ ശീലമായിരുന്നു എന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12 നമ്മൾ ചോദിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് കുറച്ച് തുണികളുണ്ട്. അലക്കാനായിട്ട് എനിക്ക് കുറച്ച് തുണികളുണ്ട്. തുണികളുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, അലക്കാനുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് തുണികളുണ്ട്. തുണികൾ എന്ന് പറയുമ്പോ തുണികളിലേക്ക് പോകണ്ട. എനിക്കുണ്ട് തുണികൾ അലക്കാൻ എന്നാണ് കിട്ടേണ്ടത്. എനിക്കുണ്ട് എന്ന് പറയുമ്പോ I have many. I have clothes. എനിക്ക് തുണികളുണ്ട്. അല്ലെങ്കിൽ I have some clothes. എനിക്ക് കുറച്ച് തുണികളുണ്ട്. നീ അലക്കാൻ to wash. അത്രേ ഉള്ളൂ. I have some clothes
ടു വാഷ്. wash. എനിക്ക് കുറച്ച് തുണികളുണ്ട് അലക്കാൻ. ഇനി അത് ചോദ്യമൊക്കെയാണ്, നിന്റെ കയ്യിൽ തുണികളുണ്ടോ? Do you have clothes to wash? ഡു യു ഹാവ് ക്ലോത്ത്സ് ടു വാഷ്? അവന്റെ കയ്യിൽ തുണികളുണ്ടോ? അവന്റെ കയ്യിൽ തുണികളുണ്ടോ? അവന്റെ കയ്യിൽ തുണികളുണ്ടോ? അല്ലെങ്കിൽ അവന്റെ അടുത്ത് തുണികളുണ്ടോ? അവന്റെ അടുത്ത് തുണികളുണ്ടോ? അപ്പൊ does he have clothes to wash? അതെ, ഡസ് ഹി ഹാവ് ക്ലോത്ത്സ് ടു വാഷ്. അവിടെ ഞാൻ വിചാരിച്ചത് മിൽക്കുട്ടി ഡസ് ഹി ഹാവ് ടു വാഷ് എന്നൊക്കെ പറയുമെന്നാണ്. ഓക്കെ, അതല്ല. ഡസ് ഹി ഹാവ് എന്ത് ക്ലോത്ത്സ്. ഡസ് ഹി ഹാവ് ക്ലോത്ത്സ് ടു വാഷ്. ഓക്കെ, അച്ഛൻ മറന്നിട്ട് എന്നോട് ചോദിക്കുന്ന പരിപാടി വേണ്ട. ഓക്കെ, അപ്പൊ അടുത്ത് ഞാൻ എപ്പോ അലക്കണം? ഞാൻ എപ്പോൾ അലക്കണം? എപ്പോൾ അലക്കണം? When should I wash clothes? എനിക്ക് തോന്നി, പക്ഷെ ഞാൻ വായിൽ വന്ന് വേറെ. ഞാൻ എപ്പോ അലക്കണം? When should I wash? ഞാൻ എപ്പോ അലക്കണം? ഇനി അടുത്ത ചോദ്യം, നീ എപ്പോഴാണ് അലക്കിയത്? നീ എപ്പോഴാണ് അലക്കിയത്? എപ്പോൾ? When? എപ്പോഴാണ് അലക്കി കഴിഞ്ഞത്? When did he? നീയാണ്. When did I? നീ എന്നുള്ളത് പറയുമ്പോ ഐ അല്ല പറയാ, നീ എന്നുള്ളത്. When did you wash clothes? When did you wash the clothes? നീ എപ്പോഴാണ് തുണികൾ അലക്കിയത്? ഇനി നീ എപ്പോഴാണ് പതിവായിട്ട് തുണി അലക്കാറുള്ളത്? Do you wash clothes? When do you wash clothes? When do you wash the clothes? നീ എപ്പോഴാണ് തുണികൾ അലക്കാറുള്ളത്? നീ എപ്പോ തുണി അലക്കും? അവിടെ കുറച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. നീ എപ്പോ അത് അലക്കും? എപ്പോൾ അലക്കും? എന്നോട് ഏത് സമയവും അമ്മ പറയാറുള്ളതാണ്. ബാത്റൂമിൽ കയറിയാ പറയാനുള്ള സാധനം. പറഞ്ഞു, നീ എപ്പോ തുണി അലക്കും? എപ്പോൾ തുണി അലക്കും? When will you wash clothes? When will you wash the clothes? ഈ വാഷ് കഴിഞ്ഞിട്ട് ഒരു ദാ ചേർക്കണം കേട്ടോ. When will you wash the clothes? നീ എപ്പോ തുണി അലക്കും? അതെന്തിനാ? അതങ്ങനെയാണ്. നീ എപ്പോഴാ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത്? നീ എപ്പോഴാണ് തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത്? അലക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ്? ഓക്കെ, when are you washing clothes? When are you washing the clothes? അല്ലേ, നീ എപ്പോഴാണ് തുണികൾ അലക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി നീ തുണി അലക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരും. If you wash clothes, നീ തുണി അലക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരും. Okay. If you wash clothes, if you wash the clothes, I will give you the money. I will give you the money. If you wash the clothes, I will give you the money. ഞാൻ നിനക്ക് പൈസ തരും. ഇനി നീ തുണി അലക്കിയിരുന്നു എങ്കിൽ ഞാൻ നിനക്ക് പൈസ തരുമായിരുന്നു. തുണി അലക്കിയിരുന്നു എങ്കിൽ, ഇപ്പൊ നീ അലക്കിയിട്ടില്ല, നീ അലക്കിയിരുന്നു എങ്കിൽ ഊഹിച്ച് പറയാണ്, അലക്കിയിരുന്നു എങ്കിൽ ഞാൻ നിനക്ക് പൈസ തരുമായിരുന്നു. If you പോരാ, പോരട്ടെ. അലക്കിയിരുന്നു എന്നാ ഞാൻ ചോദിച്ചേ. ഇങ്ങനെ ക്ലൂട്ട് തരും എനിക്ക്, തന്നെ ആളെ കിട്ടാൻ വേണ്ടി. വാഷ് അപ്പൊ എന്റെ കണ്ണിക്ക് പോകും. എന്നിട്ട് ഞാൻ പറയുമ്പോ പോരാ എന്ന് പറയുമ്പോ അപ്പൊ വാഷിട്ട്. അപ്പൊ ആദ്യം വാഷിട്ട് പറയില്ല, ഞാൻ പറയണത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് എന്റെ കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കും, തെറ്റ് പറയണോ ശരി പറയണോ എന്ന് കൺഫ്യൂഷൻ വരുമ്പോ ഇതാണ് അവസ്ഥ. If you washed the clothes, I would come. I would give you the money. അല്ലേ, ഞാൻ നിനക്ക് പൈസ തരുമായിരുന്നു, ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് ഈ വുഡിന് വേറെ യൂസ് ടു ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കാരണം അവിടെ മറ്റേ അവിടെ നമ്മൾ ഇഫ് പറയുമ്പോൾ നമ്മൾ വുഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ പറയുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾ വുഡ് യൂസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം യൂസ് എന്ന് പറയുന്നത് അത് പതിവായി നമ്മളൊരു കാര്യം ചെയ്യുന്ന കാര്യം പറയാനാണ്.
അതായത് പണ്ടത്തെ നമ്മുടെ ഒരു ശീലം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് വുഡിൻ്റെ സ്ഥലത്ത് നമുക്ക് യൂസർ ടു ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ യൂസർ ടു ഉപയോഗിക്കുന്നിടത്തും എല്ലാ വുഡും ഉപയോഗിക്കുന്നിടത്തും ഇത് തിരിച്ചും മറിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാ വുഡും യൂസ് ചെയ്യുന്നിടത്തും നമുക്ക് യൂസർ ടു യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. 20. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു യൂസേജ് ആണ്, എന്നാൽ വളരെ പവർഫുള്ളുമാണ്. വുഡ് ലൈക്ക് ടു, ഇതാണ് പ്രയോഗം. വുഡ് ലൈക്ക് ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് 2 യൂസേജ് കാണാം. ഒന്ന് ലൈക്ക് എന്ന് കാണാം, പിന്നെ വുഡും കാണാം. ഓക്കെ, വുഡും കാണാം, ലൈക്കും കാണാം. അപ്പോൾ ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് വരുന്നത്, ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. ഇതിങ്ങനെ ഒരൊറ്റ യൂസേജ് ആണ്. വുഡ് ലൈക്ക് ടു. വുഡ് ലൈക്ക് പറഞ്ഞാൽ ടു പറഞ്ഞിട്ട് നമുക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണ്, എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇത് സബ്ജക്റ്റ് പറയുന്നു, വുഡ് ലൈക്ക് ടു പറയുന്നു, നമ്മൾ വെർബിൻ്റെ 1ാമത്തെ രൂപം പറയുന്നു. ഓക്കെ, എനിക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഞാൻ നല്ലൊരു ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ബിരിയാണി. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഗ്രേറ്റ് ബിരിയാണി എന്നോ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഗുഡ് ബിരിയാണി എന്നൊക്കെ പറയാം. എനിക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാൻ ഇപ്പോൾ ആഗ്രഹപ്പെടുന്നു, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഇതിന് മീനിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറേ മീനിങ് ഉണ്ട് എന്നാണ് അർത്ഥം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് പറയുമ്പോൾ ഓരോ മീനിങ്ങിലേക്ക് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. ഇഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ആഗ്രഹിക്കുന്നു എന്ന് പറയാം, താല്പര്യപ്പെടുന്നു എന്ന് പറയാം. ഇതിനൊക്കെ നമ്മൾ ഈ യൂസേജാണ് പറയാം. ഇപ്പം ഞാൻ പറയാണ്, ഒരു നല്ലൊരു പെൺകുട്ടി ഉണ്ട്. ഓക്കെ, ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ ഒരു പുരുഷന് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ആ പുരുഷൻ എങ്ങനെ പറയാ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോഴും ഇതെന്നെ പറയാം, ഐ വുഡ് ലൈക്ക് ടു മാരി യു എന്ന് പറയും. ഐ വുഡ് ലൈക്ക് ടു മാരി യു എന്ന് പറയും. ഇനി ആ പെൺകുട്ടീനും കൊണ്ട് ഇവനൊരു ഹോട്ടലിൽ പോയി. ആ ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറയാണ്, എനിക്ക് നല്ലൊരു ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ്. I would like to eat ice cream. I would like to eat an ice cream, അല്ലെങ്കിൽ I would like to have an ice cream എന്ന് പറയും. ഇനി ഇവർ രണ്ടുപേരും കൂടി ഒരു ബീച്ചിൽ പോയി. അപ്പൊ ആ ബീച്ചിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബോട്ട് ഉണ്ട്. അപ്പൊ ആ ബോട്ടിൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി യാത്ര ചെയ്യണം. അപ്പൊ ആ പെൺകുട്ടി പറയാണ്, എനിക്ക് ആ ബോട്ടിൽ യാത്ര ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്. I would like to travel the boat. I would like to travel by boat. എനിക്ക് ആ ബോട്ടിലൊന്ന് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയണം. ഇനി ഇവർ രണ്ടുപേരും കൂടി കടലിന് പുറത്ത് വന്നു. അവിടെ നോക്കുമ്പോൾ നിറയെ മീനുണ്ട് കരയിൽ. അപ്പോൾ ഇവള് പറയാണ്, അയ്യോ എനിക്ക് ആ മത്സ്യം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് ആ മത്സ്യം വാങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പം എങ്ങനെ പറയും? അപ്പോൾ I would like to buy fish. I would like to buy some fish, അല്ലേ? I would like to buy some fish. എനിക്ക് കുറച്ച് മീനുകൾ വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഇനി ഇവർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം? Would like to പറയാം. മനസ്സിലായുണ്ടോ? അപ്പൊ ഇതാണ് ഒരു കാര്യം, നമുക്ക് ആഗ്രഹമുണ്ട്, വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് പറയാം. അതേപോലെ തന്നെ ഓല് മറ്റേ ഇവിടെ പോയില്ലേ, ബോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു മത്സ്യകന്യകരിക്കണ പോലത്തെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പൊ അവള് പറയാണ്, എനിക്ക് ആ മത്സ്യകന്യകത്തിന്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം. I would like to take photo. I would like to take a photo. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വുഡ് ലൈക്ക് ടു എന്ന് പറയുന്നതിൻ്റെ പ്രയോഗം കണ്ടത്. അതായത് ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണ്, ആഗ്രഹമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വുഡ് ലൈക്ക് ടു വെച്ച് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അയാളോട് ചോദിക്കും, അല്ല നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളെ വീട്ടിൽ ആരൊക്കെ, നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണോ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ എങ്ങനെ ചോദിക്കാം? നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു ട്രാവൽ? നിങ്ങൾ ബിരിയാണി കഴിക്കാൻ ബിരിയാണി. വുഡ് യു ലൈക്ക് ടു ഹാവ് ഐസ്ക്രീം? വുഡ് യു ലൈക്ക് ടു ഗോ ടു മാർക്കറ്റ് അല്ലെങ്കിൽ ഊട്ടി? നിങ്ങൾ ഊട്ടിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം മനസ്സിൽ വെച്ചോട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ആഗ്രഹമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും ചോദിക്കണമെങ്കിൽ നമ്മൾ
വുഡ് ലൈക്ക് ടു വെച്ച് ചോദിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും, വെറും ലൈക്ക് ടു ചോദിച്ചാൽ പോരെയാണ്. വെറും ലൈക്ക് ടു വെച്ചിട്ടും ചോദിക്കാം. വെറും ലൈക്ക് ടു വെച്ച് ചോദിക്കുമ്പോൾ ഡു യു ലൈക്ക് ടു എന്നാണ് ചോദ്യമായിട്ട് വരിക. ഇവിടെ നമ്മൾ വുഡ് ചേർക്കുമ്പോൾ അതിനൊന്നും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഇട്ടുള്ളത്. അതായത് അതിന് കുറച്ച് ഭംഗിയും കുറച്ച് പൊളൈറ്റ്നെസ്സും എല്ലാം കൂടി വരുന്നൊരു സംഭവമാണ് വുഡ് വരുമ്പോൾ അതിന് കിട്ടുന്നത്. ഡു വരുമ്പോൾ അത്രയും ഒരു ഭംഗി ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വുഡൊക്കെ നമ്മൾ എന്തിനാ എപ്പോഴും കേട്ടുള്ളത്, കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് താല്പര്യം ഇല്ലേ, നിങ്ങളെ ചെയ്തു തരില്ലേ എന്നൊക്കെ ചോദിക്കാൻ, കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് ചോദിക്കാനാണ് നമ്മൾ വുഡൊക്കെ എക്സ്ട്രാ മെയിൻ ബോഡിയായിട്ട് ഇടുന്നത്. ഇവിടെ ലൈക്ക് ടുവിന്റെ കൂടെ നമ്മൾ വുഡ് ഇട്ടിരിക്കുന്നത് അതിനാണ്. ഇതൊരു ഒറ്റ പ്രയോഗമാണ്, വുഡ് ലൈക്ക് ടു. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അവന്റെ കൂടെയും അവളുടെ കൂടെയും, അതായത് സിംഗുലർ ആയിട്ടുള്ള ഒരു പേരിന്റെ കൂടെയും ഒരു വസ്തുവിന്റെ കൂടെയും ഒക്കെ നമുക്ക് വുഡ് ലൈക്ക് ടു വെച്ചിട്ട് ചോദ്യം ചോദിക്കാം, ഉത്തരവും പറയാം. ഇനി ഇഷ്ടമല്ല എന്നാണെങ്കിൽ ഐ വുഡ് നോട്ട് ലൈക്ക് ടു കാര്യം പറയാം. ഐ വുഡ് നോട്ട് ലൈക്ക് ടു ഗോ ദെയർ. ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വുഡ് നോട്ട് ഗോ, ഞാൻ അവന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നാണെങ്കിൽ വുഡ് നോട്ട് ലൈക്ക് വെച്ച് പറയാം. ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. വുഡ് ലൈക്ക് ടു വെച്ചിട്ട് നിങ്ങൾ തന്നെ ഇതേപോലെ സെന്റൻസ് വെച്ചിട്ട് കൂടുതൽ സംസാരിച്ച് നോക്കുക കേട്ടോ. ഇന്നത്തെ 5 വെർബ്സ്. ഫസ്റ്റ് റൈസ്. അരി. ആ റൈസ് അല്ല, അതായത് നമ്മള് ഉയർന്നു വരുന്ന സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നൊക്കെ പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദിച്ചു വരിക അല്ലെ, അല്ലെങ്കിൽ ഉയർന്നു വരിക എന്നാണ്. വേറെന്താ റൈസ്? അത് റൈസ്. അത് റൈസ് കേട്ടോ. ഇത് റൈസ്, RISE. അപ്പൊ റൈസ്, റോസ്, റൈസൺ എന്നാണ് പറയാ. ഉദിക്കുക, ഉദിച്ചു, ഉദിച്ചിട്ട്. റൈസ്, റോസ്, റോസ് കിട്ടാൻ വലിയ പാടുണ്ടാവില്ല. പിന്നെ റൈസും ഇതും കിട്ടാനാണ് പാട്. അപ്പൊ റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദിച്ചു എന്നാണ്, അല്ലെങ്കിൽ റൈസ്ഡ് എന്നല്ല. ഓക്കെ. ഇനി ബ്രേക്ക് ചെയ്യാ. ബ്രേക്ക്. വണ്ടീന്റെ ബ്രേക്ക്. വണ്ടീന്റെ ബ്രേക്ക് അല്ല. ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ വണ്ടീന്റെ ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പൊട്ടിപ്പോവാന്നാണ് അതിന് ബ്രേക്കിന് അർത്ഥം. വണ്ടീന്റെ ബ്രേക്ക് പൊട്ടിപ്പോവല്ലോ. ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ പൊട്ടിക്കുക. വണ്ടി നമുക്ക് ഇങ്ങനെ നമ്മള് പൊട്ടിക്കണ മാതിരി അമർത്തുന്നല്ലേ, അതുകൊണ്ടാണ് അതിന് ബ്രേക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ പൊട്ടിക്കുക എന്നുള്ളതിനാണ് ബ്രേക്ക്. ബ്രോക്കൺ. പൊട്ടിക്കുക, പൊട്ടിച്ചു, പൊട്ടിച്ചിട്ട്. ഈ വണ്ടി നമ്മൾ നിർത്തുമ്പോ പൊട്ടിക്കുക അറിയില്ലേ, അതേപോലെ തന്നെ. ഇനി അടുത്തത് നമ്മൾ തണുപ്പിക്കൂലേ? തണുപ്പിക്കുക. അതിനെന്താ പറയാ? അത് ഫ്രീസർ എന്ന് തണുപ്പിക്കുന്ന ആ വസ്തുവിനാണ് പറയുന്നത് ഫ്രീസർ. തണുപ്പിക്കുക എന്നുള്ളതിന് ഫ്രീസ്. ഫ്രീസ്, ഫ്രീസഡ്, ഫ്രീസ്, ഫ്രോസ്, ഫ്രോസൺ. ഓക്കെ. ഫ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് തണുപ്പിക്കുക, ഫ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിച്ചു, ഫ്രോസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിച്ചിട്ട്. ഫ്രീസ്, ഫ്രോസ്, ഫ്രോസൺ. അടുത്ത വാക്ക് ഫീൽ. ഇപ്പൊ അതായത് നമ്മളൊരു വസ്തു അടുത്തറിഞ്ഞ് അനുഭവിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് ഫീൽ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തണുപ്പ് മനസ്സിലാക്കുക, അതൊക്കെ അടുത്തറിഞ്ഞ് നമ്മളത് അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്നതാണ് അല്ലെ. നമുക്കത് ഫീൽ ചെയ്യണം, അതാണ് ഫീൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഫീല്, ഫെൽറ്റ്, ഫെൽറ്റ്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള 2 ക്വസ്റ്റ്യൻ. അത് വുഡ് ലൈക്ക് ടു വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഈയിടെയായിട്ട് മെസ്സേജസിന്റെ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് വളരെ തുച്ഛമായ അവസരങ്ങൾ കിട്ടാറുള്ളൂ. എല്ലാവരും ഒന്നും റിപ്ലൈ ചെയ്യാറില്ല. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി ടഫാണെന്ന് എനിക്ക് തന്നെ അറിയാം. യൂസ്ഡ് ടു ഒക്കെ വന്നപ്പോൾ ടഫില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യൂസ്ഡ് ഒക്കെ വന്നപ്പോഴേക്കും കുറെ ആൾക്കാർക്ക് അയ്യോ ഇത് എങ്ങനെയാണ് പറയാ, ഞങ്ങൾക്കറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു. എന്നാലും കുറെ ആൾക്കാരൊക്കെ ആൻസർ ചെയ്തിട്ടോ. എന്തായാലും ഒരു 19 പേര് ഇത് സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അതിന് വളരെ സന്തോഷം. നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ. ലൈക്ക്. അപ്പൊ ഗൈസ്, ഇന്നത്തെ നിങ്ങൾക്കുള്ള 2 ചോദ്യമാണ്. ഫസ്റ്റ് ഞാൻ ചോദിക്കാം. ഓക്കെ. നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണോ, അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദ്യമാണേ. ഓക്കെ. അടുത്ത എന്റെ ചോദ്യം. നമ്മളിപ്പോ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ, അല്ലേ? നന്നായിട്ട് സംസാരിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് അതിനെ നമുക്ക് സെൻറ്റൻസ് ആക്കി പറയണം. ചോദ്യം ഇതാണ്: ഞാൻ ഇംഗ്ലീഷ് മനോഹരമായിട്ട്, അതായത് ഫ്ലൂവൻ്റ് ആയിട്ട് മനോഹരമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അത് പറയണം. ഞാൻ ഫ്ലൂവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു ഒക്കെ പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ആൻസർ ആയിട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അടുത്ത വീണ്ടും കാണാം. അതുവരേക്കും ബൈ.